ഇവിടെ ഡെമോ ഒക്കെ കാണിച്ചു തരും. അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അതെന്താ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ തീരെ ഒരു കൊച്ചു ജനിക്കുന്നതിന് മുന്നേ എന്ത് നടക്കണം പ്രധാനമായിട്ടും? എനിക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായി. ഹാർട്ട് ഉണ്ടാവണ്ടായിരുന്നു. ഹാർട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കുട്ടി ജനിക്കണമല്ലോ. അപ്പൊ അതിനു മുന്നേ എന്ത് കിടക്കണം? അവരൊന്നിക്കുന്ന സീക്വൻസുകളാണോ കാണേണ്ടത്? അല്ല അങ്ങനെയല്ല, ലാസ്റ്റ് ക്ലൈമാക്സ് വരും. ക്ലൈമാക്സ് ആണോ കാണേണ്ടത്? അല്ല, സിനിമയുടെ ക്ലൈമാക്സില് ആക്ച്വലി ക്ലൈമാക്സിനെ നല്ല എപ്പോഴും അതിന്റെ ഫോളായിട്ട് തുടങ്ങുന്ന കുറെ പ്ലേസ് ഉണ്ട്. ഞാൻ അപസനാവുന്നുണ്ടോ? അത് താഴെ നോക്കണേ. പൊക്കി നോക്കിയാലല്ലേ എന്തെങ്കിലും കാണുള്ളൂ. ഇതാണ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്നൊക്കെ. ഒരു സ്നേഹം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ, പ്രേമൊന്നും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോ നിങ്ങളുടെ ഇഷ്കിനകത്ത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒരു ഞങ്ങളും പ്രണയമാണോ? കവി മാധവൻ ദിലീപ് അങ്ങനെ അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു കോംബോ ആയിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ട് ലാലേട്ടൻ ശോഭന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ശാലിനി പോലെ എല്ലാവരും ഈ ഒരു കോംബോ. ഞാൻ ശോഭനെ നോക്കിയതാ. സ്കോട്ട്ലാൻഡിലാണെങ്കിൽ ഒരു ലിപ് ലോക്ക് ഒക്കെ ഉണ്ടായി. ഇത് കടിച്ചോണ്ടിരിക്കും. സ്കോട്ട്ലാൻഡിൽ പോയി അപ്പൊ തന്നെ ലിപ് ലോക്ക് ചെയ്യണം. അപ്പൊ തന്നെ ചെയ്യണമെന്നില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എല്ലാ ജീവന്റെയും തുടക്കം അല്ലേ? എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നല്ലേ? എവിടെന്നാ? ഹലോ എവരിവൺ, വെൽക്കം ടു കൗമുദി. ഇന്ന് നമ്മുടെ കൂടെ ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ നമ്മുടെ കൂടെ ഉണ്ട്. സിനിമയുടെ ടീം. ഓക്കെ, ഹായ് ഗൈസ്. ഗൈസ് അല്ലേ? അതെ. അന്ന് ചേട്ടൻ ചായ കുടിച്ചോളൂ. നമുക്ക് ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷം പറയാൻ പറ്റിയ ആളല്ലേ? എന്റെ വലിയ ആട്ട കുറച്ച് ചെറുപ്പക്കാരൻ. ഓ, പ്രായം കൂടുന്നൊരു ഹാർട്ട് വലുതാവും. അങ്ങനെയല്ല, പൊട്ടി മരിക്കണ ആൾക്കാര്. അങ്ങനെ ഹൃദയം പൊട്ടി മരിക്കുന്നേ. ബലൂൺ എങ്ങനെ പൊട്ടണ വലുതാവുമ്പോഴല്ലേ? ലൈക്ക് ദാറ്റ് ഓൺലി ഹാർട്ട് ഓൾസോ. കണ്ടിട്ടില്ലേ ഹാർട്ട് പൊട്ടി മരിക്കണം? കണ്ടിട്ടില്ല. ഇതെങ്ങനെയത് വലുതായ കാണാൻ വേണ്ടി കാത്തിരിക്കാം. ഇതാണ് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാന്നൊക്കെ. ഒക്കെ വെറുതെ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇങ്ങനെ അങ്ങനെ വീർപ്പ് മുട്ടിയിട്ടുണ്ടോ സ്നേഹം കൊണ്ട്? ഇല്ല. അതാ, ഒരു സ്നേഹം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ, പ്രേമൊന്നും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എപ്പോ? അത് നമുക്ക് പുറത്ത് പിന്നെ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. ലിറ്റിൽ ഹാർട്സിനെ പറ്റിയില്ല, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ലിറ്റിൽ ഹാർട്സ് ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ കുറെ ക്യാരക്ടേഴ്സിന്റെയും കൂടെ ഒരു എന്താ പറയാ, അവരുടെ 3 പാരലൽ ട്രാക്കിനെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന ഒരു കഥയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്കിനകത്ത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഒരു ഞങ്ങളും പ്രണയമാണോ? ഇഷ്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഇഷ്കിന് മുന്നേ ആദ്യത്തെ അനിയൻ ഷൈൻചാന്റെ അനിയനായിട്ട് അഭിനയിച്ചു. കൊറേ വന്നിട്ടുണ്ട്. ഒരു 10 പടം ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അതെ, 120 പടം. ഇതും കൂടെ കൂട്ടി 120 ഞങ്ങള് പേർ. ഇതിനകത്ത് കോമഡി ഫൺ മൂവി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങളുടെ ഒരു കോമഡി ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ്? ഗിവ് ആൻഡ് ടേക്ക് ആണതല്ലേ? അത് ഞാൻ ഇവനായിട്ടല്ല കൂടുതലും നടന്നിട്ടുള്ളത്. ആക്ച്വലി ഐ ഹാവ് സം അതർ പ്ലാൻസ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് പടത്തിലെ സ്പോയിലർ ആയിട്ട് ഞങ്ങൾ പറയുന്നില്ല. ഊഹിച്ചോളൂ. എന്ത് കണ്ടിരുന്നോ? ഇനിയിപ്പോ എല്ലാരും കാണാൻ പോവല്ലേ അല്ലേ? അതെ അതെ. എല്ലാ ജീവന്റെയും തുടക്കം അല്ലേ? എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നല്ലേ? എവിടെന്നാ? ജീവന്റെ തുടക്കം. എങ്ങനെയാ ജീവൻ ഉണ്ടാവണ? ഞാൻ പറഞ്ഞതാ. വല്ല കാര്യം മെഷീൻ വർക്ക് ചെയ്തിട്ടാണോ? മോട്ടറിന്റെ സ്വിച്ച് ഇട്ടിട്ടാണോ? അതും ലിറ്റിൽ ഹാർട്സുമായിട്ടുള്ള ബന്ധം. ലിറ്റിൽ ഹാർട്സ് ഹാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുള്ളൂ. ഹാർട്ട് ഉണ്ടാവണ്ടായിരുന്നു. ഹാർട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കുട്ടി ജനിക്കണമല്ലോ. അപ്പൊ അതിനു മുന്നേ എന്ത് കിടക്കണം? ഒരു കൊച്ചു ജനിക്കുന്നതിന് മുന്നേ എന്ത് നടക്കണം പ്രധാനമായിട്ടും? എനിക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായി. മനസ്സിലായ മാർഷലിന് നേരത്തെ മനസ്സിലായി. അതാണ് പോകാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ സിനിമയുടെ നമ്മൾ പറഞ്ഞു ഫുൾ കോമഡി ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഫുൾ കോമഡി ഹ്യൂമർ രീതിയിലാണ് പോകുന്നത്. എന്ന് വെച്ച് ഫുൾ കംപ്ലീറ്റ്ലി ഹ്യൂമറസ് എന്നല്ല. അവസാനം കുറച്ച് ഭാഗത്ത് ഇടയിലായിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് ട്രാക്ക് വരുന്നുണ്ട്. അതിനകത്തൊരു ഡയലോഗ്, എന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് വേറൊരു ട്യൂണില് ഇങ്ങനെ പറയുന്നില്ലേ? അത് പ്രാർത്ഥനയുടെ ട്യൂണിൽ.
ഓക്കെ, അത് അങ്ങനെ രസമായിട്ടുണ്ട്. എല്ലാവരും കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് ടീച്ചറിനകത്ത്. ഓക്കെ, ഈ ടീച്ചർ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ കോമഡി ഇങ്ങനെ പോയി ഒരു വേറെ ലെവലിലേക്ക് പോകുന്നുണ്ടോ അതോ ഒരു ത്രൂ ഔട്ട് കോമഡി മൂവി ആയിട്ടാണോ? അതിന്റെ ഇടയിൽ സീരിയസ് ആവില്ല കുറച്ച് സീരിയസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സിനിമാറ്റിക് ആവുന്നുണ്ട്, സീരിയസ് ആവുന്നുണ്ട്. പക്ഷെ ഇതെല്ലാത്തിനും ഒരു ഹ്യൂമർ ടച്ച് ഉണ്ട്. നമ്മളങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മൾ ചെറിയ നുറുങ്ങ് തമാശകളൊക്കെ ഇട്ട് തന്നെ പോകുന്നുണ്ട്. റൊമാൻസ് ഉണ്ട്, റൊമാൻസ് ആണ്, റൊമാൻസ് ആണ്. 3 റൊമാൻസ് ഉണ്ട്, 3 പേരുടെ 3 ലവ് സ്റ്റോറീസ് ഉണ്ട്. ഓ, അങ്ങനെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഇങ്ങനെ 3 പേരാ അല്ല, 3 ലവ്. അതൊക്കെ മാറി നമ്മൾ 3ലേക്ക് കടക്കേണ്ട സമയം 4ഉം 5ഉം അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ മാറിയിട്ട് നമ്മൾ 3 ആയിട്ടുള്ള സംലേക്കൊക്കെ പോയി. ഈ ട്രയാങ്കിൾ ഒക്കെ ഏത് പഴയ കാലത്തെ പരിപാടികളോ അല്ലേ? ലവ് ബെസ്റ്റീസിന്റെ കാലല്ലേ ഇപ്പൊ? 3 ബെസ്റ്റീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് ഇല്ല, ഞാൻ എന്റെ കാലം കടന്നുപോയി. എന്റെ നമ്മളിത് കഴിഞ്ഞിട്ട് പറയണ ബെസ്റ്റ് ഉണ്ടെന്ന്. അല്ല, പേര് ബെസ്റ്റ് എന്നുള്ളത് ഇപ്പൊ വന്നേ ഉള്ളൂ. മുന്നേ ഉണ്ടായിരുന്നു അങ്ങനെ? അല്ല, അങ്ങനെയാണ്. മുന്നെന്താ വിളിച്ചിരുന്നു? അതല്ല, പേരില്ല. മുമ്പ് പേരില്ലാതെ വിളിച്ചിരുന്നു. എന്താ അർത്ഥം ഇപ്പൊ? Best means we can have ബെസ്റ്റ് ഫ്രണ്ട് everything without any rules and regulations. Means we can exchange money, exchange food. പണ്ടും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ? അത് തന്നെ, അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു പേരില്ലായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. എന്തായാലും പണ്ടുണ്ടാവും, കാരണം അവിടെ നിന്നാണല്ലോ ഇതിന്റെയൊക്കെ തുടക്കം. ഓക്കെ, RDX നിങ്ങൾ ഒന്നിച്ചില്ല, ഇതിലെങ്കിലും നിങ്ങൾ ഒന്നിക്കുമോ? പ്രേക്ഷകരുടെ ചോദ്യം. ഇവരെ ഒന്നിപ്പിച്ചിട്ട് എന്താ കാര്യം? കല്യാണം നടത്തി തരും. അല്ല, സിനിമയിൽ ഒന്നിക്കുമോ? ഇവരോട് ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇപ്പഴും ഇവരെ കണ്ടു. അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇവര് ചെറുപ്രായത്തിലെ ലോക്കാക്കേണ്ട കാര്യമില്ലല്ലോ. അറിയാം ലോക്കാവുന്നതിന്റെ ബുദ്ധിമുട്ടല്ലേ? ഇതിനകത്ത് ഞങ്ങൾ ഒന്നിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് സിനിമ കാണുമ്പോ മനസ്സിലാവും ഒന്നിക്കുന്നുണ്ടോ. പക്ഷെ എന്താണ് അല്ല, ഒന്നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കല്യാണം കഴിക്കാൻ നായകനും നായികയും ഒന്നിക്കുന്ന സിനിമകൾ അതാ ഉദ്ദേശിച്ചത്. മറ്റേ RDX ഒരു പിരിഞ്ഞല്ല, അതെ, ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. വിഷമം വരും ശരിക്കും പടം കാണുമ്പോ. നായകനും നായികയും ഒന്നിക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം. മീൻസ് വാട്ട് ടൈപ്പ്? അല്ല, അതിൽ ഞങ്ങൾ ഒന്നിക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ ചോദ്യം വന്നല്ലേ? ഈ ചോദ്യം വരില്ലല്ലോ. അവരൊന്നിക്കുന്ന സീക്വൻസുകളാണോ കാണേണ്ടത്? അല്ല, അങ്ങനെയല്ല, ലാസ്റ്റ് ക്ലൈമാക്സ് വരും. ക്ലൈമാക്സ് ആണോ കാണേണ്ടത്? അല്ല, സിനിമയുടെ ക്ലൈമാക്സില് ആക്ച്വലി ക്ലൈമാക്സിനെ നല്ല എപ്പോഴും അതിന്റെ 4 ആയിട്ട് തുടങ്ങുന്ന കുറെ പ്ലേസ് ഉണ്ട്. ബിഗിനിങ്സ്, സെന്റർ. ഞാൻ അപസനാവുന്നുണ്ടോ? എന്താ? ഞാൻ മോശമായിട്ടൊന്നും പറയുന്നുണ്ടോ? അത് താഴെ നോക്കണേ, മോശമായിട്ട് പൊക്കി നോക്കിയാലല്ലേ എന്തെങ്കിലും കാണുള്ളൂ. ഞാനിവിടെ ഒരു റെഡ് ബുൾ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, മോശമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു കസേരയുടെ താഴെ അല്ല, ഇത് ബുൾ റെഡ്. അല്ല, ഇത് മനസ്സിലായി. പൊക്കി നോക്കിയാലേ കാണുള്ളൂ. അടിയില വെച്ചിരുന്നു. നമ്മുടെ ചോദ്യം നിങ്ങൾ ഒന്നിക്കുന്നുണ്ടോ? സ്പോയിലർ ആവുന്നോണ്ട് പറയുന്നില്ല. എന്നാലും ഇപ്പോഴീ ചോദ്യം ഉത്തരം സിനിമ കാണുമ്പോ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിന്റെ കമന്റ്സ് നോക്കിയ സമയത്ത് വേറൊരു കാര്യം കണ്ടു. പണ്ടത്തെ നമ്മുടെ ലാലേട്ടൻ മൂവിയില്ലേ, അതിന്റെ ഒക്കെ ഒരു വിന്റേജ് ലാലേട്ടൻ മൂവി ടൈപ്പ് ഉള്ള ഒരു അവിടെ എവിടേക്കോ ഈ ടീസർ കാണുമ്പോൾ ഒരു ടച്ച് വരുന്നുണ്ട്. ഈ ലിറ്റിൽ ഹാർട്സിന്റെ ടീസർ. ലാലേട്ടന്റെ കുറെ സിനിമകളല്ലേ? നരസിംഹം ഇത് നമ്മൾ സ്ഫടികമല്ല, തൂവാൻതുമ്പികളാണ്. അതും ആവാൻ സാധ്യതയില്ല. അതിലെ ഒരു ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ കല്യാണം കഴിഞ്ഞല്ലേ, അപ്പൊ ഭർത്താവ് ഗൾഫിലാണ്, അങ്ങനത്തെ ഒക്കെയാണോ? അല്ലല്ല, ആ പടം കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ പരുന്താണോ? ശ്രീകൃഷ്ണ പരുന്ത് അത് വേറെ മൂവിയല്ലേ? ലാലേട്ടന്റെ മൂവി. പിന്നെ ലാലേട്ടന്റെ ചിത്രമാണോ? അതറിയില്ല. പല പടങ്ങളിലും ഒരു ടച്ച്. പണ്ടത്തെ അങ്ങനത്തെ ഒരു ജോണർ മൂവീസ് അല്ലേ, അതുമായിട്ട് എവിടേക്കോ ഒരു ടച്ച് ഉണ്ട്. അതെ അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ. അതായത് ഇപ്പൊ കുറെ നാളായിട്ട് മലയാളത്തിൽ മിസ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് പടത്തിനെ ഇന്നത്തെ ഒരു അവതരണ ശൈലിയിലേക്ക് മാറ്റി. ആ ഒരു ഫാമിലി എന്റർടൈനേഴ്സ് ഉണ്ടായല്ലോ നമുക്ക് ഒരു ടൈം വരെ. പിന്നെയാണല്ലോ നമ്മളൊരു വേറൊരു രീതിയിലേക്കുള്ള റിയലിസ്റ്റിക് വയലൻസ്. അതെ അതെ, കുറച്ച് ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ അന്നത്തെ ഒരു ഫണ്ണെല്ലാം നിലനിർത്തിക്കൊണ്ട് എന്നാൽ നമ്മൾ ഇച്ചിരി നമ്മുടെ ഒരു റിയലിസ്റ്റവും കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ സിനിമാറ്റിക് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താൽ പോയിരുന്നു പടം. റൊമാൻസും അധികം വരാറില്ലല്ലോ ഇപ്പൊ, പൊതുവെ വരാറില്ല. നമ്മുടെ ഈ പോസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ, കത്തിയല്ല വെട്ടുകത്തി പിടിച്ചിങ്ങനെ പോകുന്നുണ്ട്. വെട്ടുകത്തിയൊക്കെ പിടിച്ച് അപ്പൊ നമ്മൾ വെട്ടുകത്തിയൊക്കെ കയ്യിൽ വരുമ്പോഴത്തേക്കും കുറച്ച് സീരിയസ് ആണല്ലോ അവിടെ, ചിരിയായിട്ട് പോകുന്നുണ്ട്. വീട്ടില് വെട്ടുകത്തി സീരിയസ് ആണ്.
വല്ല പുട്ടുണ്ടാവും എന്നാ ഒരു തേങ്ങ ഉടക്കണം ഇതിൽ വെട്ടത്തി എടുക്കുക അങ്ങനെയല്ല അല്ലെങ്കിൽ വല്ല സീരിയസ് ആവണോ വെട്ടത്തി എടുത്തോ ആരെയും കൊല്ലാൻ പോണല്ല വെട്ടത്തി എടുത്താൽ ഒരാളെ കൊല്ലണം പടമല്ല ലിറ്റിൽ ആർട്സ് എന്ന് പേരിട്ടിട്ട് വെട്ടുവത്തി വെച്ച് കൊല്ലാൻ പോണൊക്കെ സീനായി അങ്ങനെ വയലൻസ് സീരിയസ് ആവുന്നതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞല്ലോ അതായത് ഫാമിലി ഒരുപാട് പനിയാ പനി വന്നിട്ട് സീരിയസ് ആവില്ലേ അപ്പൊ അത് ആളെ കൊല്ലലാണോ വയലൻസ് സുമേഷാണോ പറഞ്ഞിട്ട് നൈസായിട്ട് വയലൻസ് ഇല്ല സുമേഷിന്റെ ടീമല്ലേ ഇത് അതെ അതെ മാർഷലും സുമേഷും നിങ്ങക്ക് കോമ്പിനേഷൻ സീൻ വരുന്നുണ്ടോ എന്റെ ചേട്ടനാണ് എങ്ങനത്തെ ചേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എന്റെ ചേട്ടൻ നല്ല പാവം ചേട്ടനാ. ഓക്കെ ഈ കോമഡി ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നില്ലേ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ആ പിന്നെ കുഴപ്പമില്ല ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു ഈ കോമഡി കോമഡി ഇപ്പൊ അല്ല കോമഡി എന്ന് പറയുമ്പോ ഇപ്പൊ ഈ കുമ്പളങ്ങിലൊക്കെ ചെറിയ ചെറിയ നുറുങ്ങ് തമാശകളുണ്ടല്ലോ പക്ഷെ അതെല്ലാം കോമഡിക്ക് വേണ്ടി ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഈ ക്യാരക്ടറും പക്ഷെ ഈ ക്യാരക്ടറിന് ഒരു ഇച്ചിരിയും കൂടെ ആ ഒരു ഹ്യൂമർ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഈ കോമ്പിനേഷൻ എന്നുള്ളത് ഇപ്പോ എന്താ പറയാ ലാലേട്ടൻ ശോഭന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ശാലിനി പോലെ എല്ലാവരും ഈ ഒരു കോംബോ ഞാൻ ശോഭനേനെ നോക്കിയതാ അല്ല എന്തായാലും കട്ടില്ല ശോഭന അങ്ങനെ കാണാം എനിക്ക് മറ്റേ വൈശാഖ സന്ധ്യയിലെ തന്നെ ഓർമ്മ വന്നു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ അത് നമ്മുടെ മറ്റേ സോങ് അല്ലേ? അതൊരു കൊച്ചൊക്കെ ചെയ്തു തരായിരുന്നു പടുത്ത് കഴിക്കാൻ വിളിക്കണതും വൈശാഖ സന്ധ്യയിൽ ഓർമ്മയുണ്ട്. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോമ്പോനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഇവരുടെ സ്റ്റൈലാണ് ചെയ്യുന്നത്. കഥയ്ക്ക് മാത്രം അങ്ങനത്തെ സാദൃശ്യം ഉണ്ടാവുള്ളൂ. അല്ല ഇപ്പൊ RDXന് ശേഷം ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു കോമ്പോനെ എല്ലാ ആളുകളും അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇപ്പൊ നമ്മൾ പറയാറില്ലേ കാവ്യ മാധവൻ ദിലീപ് അങ്ങനെ അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു കോംബോ ആയിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ട് അല്ല അതാണ് ക്വസ്റ്റ്യൻ. ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു കേൾക്കുമ്പോഴാണ് കളർക്ക് ഇങ്ങനെ ഭയങ്കര പ്രത്യേക പാർട്ടിക്കൊക്കെ ഇടാം. പാർട്ടിക്കൊക്കെ ഈ കളർ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. ഓറഞ്ച് ആദ്യമായിട്ടാ അല്ല വിരലിനാദ്യമായിട്ടാണ്. ഇപ്പൊ പല പല കളേഴ്സ് യൂസ് ചെയ്യട്ടാ. നീലാണ്ട് ഈസ് ബിഗ് ഇൻഡസ്ട്രി. എനിക്കൊരു ആൻസർ അല്ല കേൾക്കും അല്ല അതൊരു ലാലേട്ടൻ ശോഭന മാം എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ ഒരു കോംപ്ലിമെന്റ് കേൾക്കുമ്പോ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത്ര ഭയങ്കര അല്ല തെന്മാൽകുമ്പത്തിലെ പോലത്തെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ടാവും ഇതിൽ വരുന്നുണ്ടോ? അല്ല വിരാമിള്ള ലാലേട്ടൻ ശോഭന അതില് അല്ല അങ്ങനത്തെ ഹിറ്റ് കോംബോ എന്ന് പറഞ്ഞ അവരാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതായിരിക്കും കുട്ടി ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാ പ്രേക്ഷകർ പറഞ്ഞതാ. പ്രേക്ഷകർ പറഞ്ഞത് തന്നെയാ. എന്തായാലും കുട്ടിയല്ലേ അപ്പം അത് കേൾക്കുമ്പോ ഒരു രസമൊക്കെ ഉണ്ട് പറയും. പക്ഷെ അത്ര വലിയ സംഭവം ഒന്നുമില്ല. അത് അങ്ങനെ പറയുമ്പോ അതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഇവര് ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഷറൊന്നും ഇല്ല. ഇപ്പൊ ഈവൻ RDXലാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ RDXന് ശേഷം വരുന്നത് കൊണ്ട് ഒരു ഓർഗാനിക്കലി അതങ്ങനെ ആ ക്യാരക്ടേഴ്സ് കൊണ്ടായിരിക്കാം അതങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ പറയുമ്പോ സന്തോഷം. ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ഇന്ത്യയിൽ തന്നെയായിരുന്നു മൊത്തത്തില് അല്ലേ? ഇന്ത്യയിലെ വിവിധ അല്ല പിന്നെ അമേരിക്കൻ ഇത് മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്തത്. സ്കോട്ട്ലൻഡിൽ അല്ല അത് സ്കോട്ട്ലൻഡിലായിരുന്നു. സ്കോട്ട്ലാൻഡിലാണെങ്കിൽ ഒരു ലിപ് ലോക്ക് ഒക്കെ ഉണ്ടായി. ഇത് കടിച്ചോണ്ടിരിക്കും. സ്കോട്ട്ലൻഡിൽ പോയി അപ്പൊ തന്നെ ലിപ് ലോക്ക് ചെയ്യണം. അപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അല്ലേ? നിങ്ങളുടെ ഇഷ്ടം പോലെ ആര് ഞങ്ങളുടെയാ ഇഷ്ടം പോലെ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചോദിച്ചെന്താ സ്കോട്ട്ലൻഡ് വിട്ട് സ്കോട്ട്ലൻഡ് ഇതൊക്കെ കണ്ടിട്ട് ഏത് സ്ഥലം തോന്നി? പിന്നെ എറണാകുളം 4 സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ പോലെ പുറത്ത് എവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. വീടിന്റെ പുറത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പുറത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ പുറത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കട്ടപ്പന തന്നെ. ഷെയ്ൻ ചേട്ടൻ ഈ കഥാപാത്രത്തിന് വേണ്ടി എന്ത് പ്രിപ്പറേഷൻ എടുത്തു? ഞാൻ ചെയ്ത കാര്യം ഇപ്പൊ ചോദിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അതൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ തീരെ ഡെമോ വേണ്ട, ചുരുക്കി പറഞ്ഞാൽ മതിയാ. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വെരി ഡിഫിക്കൽട്ട് വേ. It's not normal actually. പറയാൻ പറ്റില്ല.